വർത്തമാനത്തിൽ ഇന്ന് നമുക്ക് ശശി തരൂർ MP, തിരുവനന്തപുരം MP, കേരളത്തിലെ പാർലമെൻറ്റിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ്. ഇന്ന് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ തരൂർ, 4ാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ തരൂർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, ഇനി പാർലമെൻറ്റ് ഇലക്ഷൻ ഇല്ല എന്ന്. പക്ഷേ അതിനുശേഷം ഡോക്ടർ തരൂർ സംസാരിക്കുന്നത് വേറൊരു ലാംഗ്വേജിലാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്വതന്ത്രമായി, കുറച്ചുകൂടി പേടിയില്ലാതെ സംസാരിക്കുന്നു. പേടി എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണല്ലോ. ഞാൻ പേടി കാണിക്കാത്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് ഒരു കരിയറായിട്ടല്ല. ഞാൻ കുട്ടിക്കാലം മുതൽക്ക് രാഷ്ട്രീയത്തിൽ ചെയ്ത് KSUവിലും NSIയിലും വളർന്ന് പിന്നെ കൗൺസിലറായിട്ടും MLA ആയിട്ടും MP ആയ ആളല്ല ഞാൻ ഒരു പൂർണ്ണ കരിയറായിട്ട് ഐക്യരാജ്യസഭയിൽ പ്രവർത്തിച്ച ശേഷം പാർട്ടിയാണ് എന്നെ അഭ്യർത്ഥിച്ചത്, ഒന്ന് വരണം, രാഷ്ട്രീയത്തിൽ വന്ന് പങ്കെടുക്കണം, നിങ്ങളുടെ അറിവിനെ ഞങ്ങളൊപ്പം സഹകരിക്കണം പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സ്പിരിറ്റിലാണ് ഞാൻ വന്നത്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഒരു പാർട്ടിയുടെ അംഗം തന്നെയാണ്. പാർട്ടിക്ക് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉദ്ദേശം എപ്പോഴും എങ്ങനെയാണ് ഭാരതത്തെ മെച്ചമാക്കുക, എങ്ങനെയാണ് കേരളത്തിനെ മെച്ചമാക്കുക. നിങ്ങളെൻ്റെ പ്രസംഗങ്ങളൊക്കെ നോക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് യൂട്യൂബിന് പോപ്പുലാരിറ്റി കൂടിയ ശേഷം ഒരു 6-7 വർഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം. അപ്പം എൻ്റെ സ്റ്റാൻഡ് അതിലൊരു മാറ്റം വന്നിട്ടില്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് 4-5 പിന്നെ അത്യാവശ്യമായ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭാരതത്തിൻ്റെ പിന്നെ ബഹുസ്വരത, അതൊരു വലിയൊരു തീമാണ് എൻ്റെ. കേരളത്തിൻ്റെ വികസനം, എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ, കേരളത്തിലും ഭാരതത്തിലും മൊത്തം ഇത്ര തൊഴിലില്ലായ്മ, അതിനെക്കുറിച്ച് എന്തൊരു പരിഹാരം കൊണ്ടുവരണം, പ്രത്യേകിച്ച് കേരളത്തിൽ, ഞാൻ അവിടുത്തെ ഒരു പ്രതിനിധിയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാൻ നിരവധി തവണ കേരളത്തിലും പാർലമെൻറ്റിലും ലോകം മുഴുവൻ അവസരം കിട്ടുമ്പോൾ സംസാരിച്ചൊരു വ്യക്തിയാണ്. ഇതിൽ പേടിയോ ഭയമോ ഒന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ ഒരു പിന്നെ ചിന്തയില്ലാതെ പറഞ്ഞിട്ട്, കാരണം ഇതെല്ലാം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആലോചിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഞാൻ ഇലക്ഷൻ ജയിച്ച് വന്ന ശേഷം ഒരു മാറ്റം വന്നു എന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു അതിശയം തോന്നുന്നു. കാരണം ഞാൻ മുമ്പും ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവർക്കും പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അതീതമായിട്ട് ചിന്തിക്കണം. നമ്മളുടെ രാഷ്ട്രീയം കേരളത്തിൽ എപ്പോഴും എല്ലാറ്റിലും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം ഇല്ലാത്ത മേഖലയില്ല നമ്മുടെ കേരളത്തിൽ. അത് പിന്നെ വിദ്യാഭ്യാസ മേഖല, യൂണിവേഴ്സിറ്റിയിലകത്തായാലോ ഒരു കൾച്ചറൽ മേഖലയിലായോ ശരി, സാഹിത്യ മേഖലയിലും കൂടി ഞാൻ രാഷ്ട്രീയം കാണുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം നിറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ വികസനത്തിൻ്റെ പിന്നെ വളർച്ച ഞാൻ കണ്ട 15-16 വർഷത്തിൽ പോരാന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ശക്തമായി സംസാരിക്കുന്നത്. വാട്ട്സ് യുവർ ഐഡിയ ഓഫ് പൊളിറ്റിക്സ്? ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഡോക്ടർ തരൂർ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊളിറ്റിക്സിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റിക്സ് ഈസ് അബൌട്ട് യുവർ വിഷൻ ഓഫ് എ ബെറ്റർ സൊസൈറ്റി. നമ്മുടെ രാഷ്ട്രീയം എന്താണ്? നമ്മളുടെ സാമൂഹ്യത്തിനെയും നമ്മളുടെ രാജ്യത്തിനെയും നമ്മൾ മെച്ചപ്പെടുത്താൻ ഒരു മാർഗമാണ്. അത്രയേ ഉള്ളൂ പൊളിറ്റിക്സ്. അത് മാർഗം ഏത് രീതിയിലാണ് നമ്മളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അത് ഓരോരോ രാജ്യത്തിൽ വേറെ ആയിരിക്കും. നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റം, അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ സിസ്റ്റം, ചൈനയിലെ പാർട്ടി സിസ്റ്റം, റഷ്യയിൽ വേറെ, ഇങ്ങനെ ഓരോരോ രാജ്യത്തിൽ അവർ സ്വന്തം രീതി ഉണ്ടാവും. പക്ഷേ എല്ലാവരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെറും ഭരണത്തിന് വേണ്ടിയിട്ടാണോ, വെറും അധികാരം എത്താൻ മാത്രമാണോ? അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അധികാരം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ പ്രതിപക്ഷത്താണോ ഞാൻ ഭരണത്തിലാണോ, എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ നാട് നന്നാവണം. അതിനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ 15-16 വർഷം, 16ാമത്തെ വർഷം ഇപ്പോൾ പൂർണ്ണമാവുന്നു. ഇതിലെന്താണ് ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എൻ്റെ എല്ലാ ശ്രമത്തിലും ഞാൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെ നമ്മുടെ നാടിനെ ഒരു ബെറ്റർ സൊസൈറ്റി ആക്കുക. അതാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് നമ്മൾക്ക് ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ വരുന്നത്? ചിലവർക്ക് ഒരു പക്ഷേ താങ്കൾ വിചാരിക്കുന്ന പോലെ വെറും ഭരണം കിട്ടാനും അധികാരത്തിരിക്കാനും അവിടെയും ഇവിടെയും പിന്നെ ചില കാര്യങ്ങൾ അവർക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി നോക്കാനോ സമ്പാദിക്കാനോ ആയിരിക്കാം. ഞാൻ അങ്ങനെ ആയിട്ടില്ല, ഇനി ആവാൻ പോകുന്നുമില്ല. ഡോക്ടർ തരൂർ എപ്പോഴും ഒരു ലിബറൽ വോയിസ് ആണ്. അതെ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ലിബറൽ ഫേസ് ആണോ ഡോക്ടർ തരൂറിന് എപ്പോഴും താല്പര്യം? അതായിരിക്കുമോ കോൺഗ്രസിനെ ഇപ്പോഴത്തെ ഒരു യുവതലമുറയ്ക്ക് കൂടുതൽ കോൺഗ്രസിനോട് ഒരു താല്പര്യം തോന്നാനായിട്ട് കാരണമാവുക?
എന്താണ് ഡോക്ടർ തരൂരിൻ്റെ നോക്കൂ, ഇത് എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും ഒരു ക്ലാസിക് ലിബറലായിട്ടാണ് ഉണ്ടായിരുന്നത്. എൻ്റെ കോളേജ് ദിനത്തിൽ ഞാൻ കോൺഗ്രസിൻ്റെ ഒപ്പം ആയിരുന്നില്ല, ഞാൻ ഏത് പാർട്ടിയിലും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ സിമ്പത്തീസൊക്കെ കൂടുതൽ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത് ലിബറൽ പാർട്ടിയുടെ ആയിരുന്നു. അവർ പറഞ്ഞു, ഉദാഹരണമാണ് ആ കാലത്ത് പിന്നെ ബിസിനസ്സിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന്. ആ കാലത്ത് കോൺഗ്രസ് അതിനെതിരായിരുന്നു. കോൺഗ്രസ് സ്റ്റേറ്റ് കൺട്രോളും സ്റ്റേറ്റ് ക്യാപിറ്റലിസം നടത്തുന്ന ഒരു സോഷ്യലിസത്തിൻ്റെ പേരിലായിരുന്നു. നേരെ മറിച്ച് രാജാജി, മിനു മസാനിയും ആ സ്വതന്ത്ര നേതാക്കളെന്ന് പറഞ്ഞ് ഞങ്ങൾ ബിസിനസ്സുകാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കും, അതിൻ്റെ ഒപ്പം സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കണം. അതും എൻ്റെ വിശ്വാസമാണ്. ശരിക്കും നോക്കുകയാണ്, 1991 ശേഷം കോൺഗ്രസ് മാറിയപ്പോഴാണ് എനിക്ക് കോൺഗ്രസ്സിൽ കൂടുതൽ താല്പര്യം വന്നത്. ആ സമയത്ത് കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങളും ഇതാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്ക് വളർച്ച വേണം, അതിനുവേണ്ടി ലിബറലൈസേഷൻ നടത്തണം നമ്മുടെ എക്കോണമിയിൽ. പക്ഷേ അങ്ങനെ വളർന്ന സർക്കാരിന് കിട്ടുന്ന പിന്നെ ആനുകൂല്യങ്ങളും റവന്യൂസും അതിനെ നമ്മൾ ഒന്നുമില്ലാത്തവർക്ക് പങ്ക് ചെയ്യണം. അതാണ് സോഷ്യൽ ജസ്റ്റിസ്. ആ സ്പിരിറ്റിൽ ഞാൻ കോൺഗ്രസിൻ്റെ ഒപ്പം ചേരാൻ തയ്യാറായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഒരു പാർട്ടി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എൻ്റെ പുസ്തകങ്ങളിലും എഴുത്തിലുമൊക്കെ എല്ലാവരെയും ഓരോരോ വിഷയത്തിന് ആക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ നെഹ്റുവിനെ വലിയ ആദരിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ കൺട്രോൾ ദി ലൈസൻസ് പെർമിറ്റ് കോട്ട രാജിനെ ഞാൻ എതിരിച്ചു. അതുപോലെ തന്നെ ഞാൻ BJPയെ ഈ ഹിന്ദുത്വ വിഷയത്തിലോ പിന്നെ ഈ വർഗീയത കാണിച്ചതും പിന്നെ നമ്മുടെ ന്യൂനപക്ഷികളെ ആക്ഷേപിച്ചതിനെ കുറിച്ച് ഞാൻ അവരെ എതിരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ പഴയ ഐഡിയോളജിയും ഞാൻ എതിരിച്ചിട്ടുണ്ട്. അർത്ഥം അവരെപ്പോഴും എല്ലാ വിഷയത്തിലും പുതിയ കണ്ടുപിടുത്തം വരുമ്പോൾ എതിരിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടികളാണ്. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ പോയിട്ട് ഓരോ LIC ഓഫീസ് അവിടെയൊക്കെ കയറിയിട്ട് കമ്പ്യൂട്ടറിനെ പൊളിച്ച ആൾക്കാരാണ്. മൊബൈൽ ഫോൺ വന്നപ്പോൾ ഇതൊക്കെ പണക്കാരുടെ ടോയാണ്, അത് ഒരിക്കലും വേണ്ട പറഞ്ഞവരാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാ കാര്യത്തിലും ഒരു 10-15 വർഷം പുറകെയാണ്. ഇതെല്ലാം അവർ പിന്നെ സ്വീകരിച്ചു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഓഫീസിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ടാവും, എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പോക്കറ്റിൽ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ചെയ്യാൻ തുടങ്ങിയത് 15 വർഷം. ഇപ്പോൾ അടുത്തത് അവർ പറയുന്നു പിന്നെ അല്ലല്ല, അതിന് മുമ്പ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവരതിനെ എതിരിച്ചതായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരട്ടെ, നല്ലതാണ് കേരളത്തിന്, പക്ഷേ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വേണ്ട. ഇനി 5 വർഷം കഴിഞ്ഞ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു ഫോറിൻ യൂണിവേഴ്സിറ്റീനെ അവർ സ്വീകരിക്കും. എല്ലാറ്റിലും അവർ പുറകെയാണ്. അപ്പോൾ അത് ഞാൻ അവരെയും കുറ്റപ്പെടുത്തത് ആരെയാണ് ഞാൻ കുറ്റപ്പെടുത്താതെ നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ എമർജൻസിനെതിരായിരുന്നു. ഞാൻ പറഞ്ഞു എമർജൻസി ചെയ്യാൻ തെറ്റായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോരോ ആവശ്യമുള്ള ഈ പിന്നെ സിവിൽ ലിബർട്ടീസ്, നമ്മളുടെ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് വർഷിപ്പ്, അതിനെയൊക്കെ സസ്പെൻഡ് ചെയ്യണത് ഭയങ്കര തെറ്റാണ്. അതിനെ എതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും എതിരിച്ചിട്ടുണ്ട് ഓരോരോ സമയത്ത്. രാഷ്ട്രീയം ഒഫീഷ്യലി എൻ്റെ ഒരു പ്രൊഫഷനായ ശേഷം, ഞാൻ രാഷ്ട്രീയക്കാരനായ ശേഷം ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്നിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ രാജ്യത്തിൻ്റെ താല്പര്യവും എൻ്റെ പാർട്ടിയുടെ ശരിക്കും ഒരു വലിയ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അതിൻ്റെ താല്പര്യത്തിലുമാണ്. പക്ഷേ നമ്മൾക്കറിയാം, ഞാൻ വന്ന മുതൽക്ക് തന്നെ, ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എൻ്റെ കോലം കത്തിയ ആൾക്കാരും ഇപ്പോഴുണ്ടല്ലോ. അപ്പോൾ എന്നെ എതിരിക്കാനും ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ പലവരുണ്ട് എൻ്റെ സ്വന്തം പാർട്ടിയിൽ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് കുറേ വർഷങ്ങളായി. അതിനെക്കുറിച്ച് കോമൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും പല ചേരിയിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ശശി തരൂർ എന്ന ആള് അവരെ എല്ലാവരെയും യുണൈറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. കോൺഗ്രസിൻ്റെ ഐക്യം ഒരു വിഷയത്തെ കുറിച്ച് നല്ലതന്നെ അല്ലേ? കോൺഗ്രസിൻ്റെ ഐക്യം, അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ? അല്ല, നല്ലതന്നെ, ഐക്യം നല്ലതന്നെ പാർട്ടിക്ക്. എല്ലാവരും നോക്കൂ, ഞാൻ അത്രത്തോളം പ്രാധാന്യം എനിക്ക് കൊടുക്കുന്നില്ല കേട്ടോ. അവർക്ക് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ആത്മാർത്ഥതയോടും ഒരു വ്യക്തിയായിട്ട് സംസാരിച്ച് ചിന്തിച്ച് ചെയ്യുന്നു. നിൽക്കൂ, ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടല്ല പ്രധാനമന്ത്രി കാണുന്നത്. പാർലമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഡയറക്ടറിയിലും കൂടി എൻ്റെ പ്രൊഫഷൻ എഴുതിയിരിക്കുന്നത് എഴുത്തുകാരനാണ്. ഞാൻ അങ്ങനെയാണ് പിന്നെ സ്വയം കാണുന്നത്. ഒരു ദിവസം ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ഒരു മുൻ മന്ത്രി ആയിക്കഴിഞ്ഞു, നാളെ ഒരു മുൻ MP ആവാം. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മുൻ എഴുത്തുകാരനാവില്ല. എഴുത്തുകാരൻ ചിന്തകനുമായിട്ടാണ് അവസാനത്തിൽ എന്നെക്കുറിച്ച് ആൾക്കാർ ഓർമ്മ വയ്ക്കാൻ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ ഞാൻ പറയട്ടെ, എനിക്ക് അഥവാ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വല്ല കാര്യങ്ങൾ നന്നായി ചെയ്യാൻ സാധിച്ചാൽ ഞാൻ ചെയ്യും.
പ്രതിപക്ഷത്തിരുന്നാൽ ചില ലിമിറ്റ്സ് ഉണ്ട്, ചില പരിധിയുണ്ട്. അതുകൊണ്ട് അവിടെ എനിക്ക് സംസാരിക്കാനേ സാധിക്കുള്ളൂ. ആ സംസാരത്തിൽ എപ്പോഴും ഞാൻ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും താല്പര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുക. അപ്പം ഡോക്ടർ തരൂർ പറഞ്ഞല്ലോ, എൻ്റെ അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും, പാർലമെൻ്ററി തിരഞ്ഞെടുപ്പായിരിക്കുന്നു. അതപ്പോൾ എന്തായിരിക്കും ഒരു യു ആർ നോട്ട് ആൻ ഓർഗനൈസേഷൻ മാൻ. അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ മുതൽ പലരും എതിർത്താണ് താങ്കൾ MP ആയത് തന്നെ. അപ്പോൾ എന്താണ് ഇതിൽ ഫ്യൂച്ചർ? കോൺഗ്രസ്സിലാണോ താങ്കളുടെ ഫ്യൂച്ചർ? ഞാനൊരു ജ്യോതിഷനല്ല, പ്ലാൻ ഒരു പ്ലാനും ഇല്ല. ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ വോട്ടേഴ്സ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അയച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. അവിടെ എനിക്ക് ഒരു സ്ഥാനമുണ്ട്. ഞാൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വം എനിക്ക് ഇപ്പോൾ തൽക്കാലം എന്തായാലും ഉണ്ട്. അതിൽ ഞാൻ പ്രവർത്തിക്കുന്നു. പിന്നെ എന്താ താങ്കൾക്ക് വേണ്ടത്? തൽക്കാലം എന്ന് പറഞ്ഞാൽ അതിലും പേടിയുണ്ടോ? അല്ല, അതിൽ പേടിയല്ല, സംശയമുണ്ടോ? അല്ല, ഇതെല്ലാവരും നിങ്ങൾക്കറിയാമല്ലോ, ഓരോരോ വർഷവും സ്പീക്കറിന് എക്സ്റ്റെൻഡ് ചെയ്യാനും മാറ്റാനും ഉള്ള അവകാശമുണ്ട്. ഞാൻ പിന്നെ ആദ്യത്തെ തവണ വിദേശകാര്യ മന്ത്രാലയം നോക്കിയ ശേഷം എന്നെ അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് എനിക്ക് വേറെ കമ്മിറ്റി തന്നു, അത് IT കമ്മിറ്റിയായിരുന്നു. അതിന്നും മാറ്റി. പിന്നെ ഒരു 3ാം കമ്മിറ്റി തന്നു. ഇപ്പോൾ വീണ്ടും വിദേശകാര്യത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, അത് ഉള്ളപ്പോൾ അതിനെ നമ്മൾ സന്തോഷമായിട്ട് നയിക്കാം. അല്ല ഡോക്ടർ തരൂർ, അതായത് ഇതിപ്പോൾ ഒരു ക്രിട്ടിക്കൽ ടൈമാണ് ഇൻ യുവർ പൊളിറ്റിക്കൽ കരിയർ. അപ്പം ഇപ്പോൾ നിങ്ങൾ എങ്ങനെ താങ്കളെ പൊസിഷൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് മുന്നോട്ടുള്ള പല കാര്യങ്ങളും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ബിക്കോസ് സ്പെഷ്യലി ഈ ബാക്ക്ഡ്രോപ്പ് കേരള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെ പൊസിഷൻ ചെയ്യാനാണ് ഡോക്ടർ തരൂറിന് താല്പര്യം? ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പാർട്ടിയുടെ ആവശ്യം നോക്കണം, ജനങ്ങളുടെ ആവശ്യം നോക്കണം. പിന്നെ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കേരളത്തിൻ്റെ വിഷയത്തിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആവണമെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF എന്നെ പിന്നെ മാനിഫെസ്റ്റോ കമ്മിറ്റീൻ്റെ ചെയർമാനാക്കി. അതിൽ എനിക്ക് പിന്നെ UDF പ്രതിനിധികളോടൊപ്പം ഇരുന്നിട്ട് നല്ലൊരു മാനിഫെസ്റ്റോ എഴുതാനും അതിന് വേണ്ടിയിട്ട് സംസ്ഥാനം മുഴുവൻ കോൺസൾട്ടേഷൻസ് നടത്താനും അത് കഴിഞ്ഞിട്ട് 56 നിയോജക മണ്ഡലത്തിൽ പ്രചരണം ചെയ്യാനുള്ള അവസരമുണ്ടായി 21ൻ്റെ ഇലക്ഷനിൽ. അപ്പോൾ എനിക്ക് കേരള തെരഞ്ഞെടുപ്പെന്നോ കേരള രാഷ്ട്രീയത്തിൽ ദൂരം നിന്നെന്ന് പറയാൻ തീരെ ശരിയല്ല. 3 തെരഞ്ഞെടുപ്പ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം 11, 16, 21 3 ഞാൻ പ്രചരണം ചെയ്തിട്ടുണ്ട്. 3 ഞാൻ സഹായിച്ചിട്ടുണ്ട്. പാർട്ടി എന്ത് ആവശ്യപ്പെട്ടത് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല പാർട്ടിക്ക് തന്നെ. ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പ് നല്ലോണം ആവശ്യമുണ്ടായിരുന്നു. ഇനി 26 അവരെന്ത് ആവശ്യപ്പെടുന്നു നോക്കാമല്ലോ. അതല്ല, ഇപ്പം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ അൺയൂഷ്വലായിട്ടാണ് ഒരു ഇൻകംബൻറ്റ് സർക്കാർ തിരിച്ചു വന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ് കോൺഗ്രസിന്. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരു തോൽവി. പക്ഷേ കോൺഗ്രസിലെ പല യങ് നേതാക്കന്മാരും ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും അത് അത്ര വലിയ രഹസ്യമല്ലാത്ത രീതിയിൽ അവർ പറയുന്നുണ്ട്, ശശി തരൂർ എന്ന ഒരു ഫേസാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഫേസ് കേരളത്തിലെ കോൺഗ്രസ്സിന്. ശരിയായിരിക്കാം, നിങ്ങളൊരു സംഘടന ആളല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഇത് ആദ്യം സാർ പറഞ്ഞതുപോലെ ആദ്യം മുതലേ KCUവിൽ വർക്ക് ചെയ്തതല്ലായിരിക്കും. പക്ഷേ ഒരു പോപ്പുലാരിറ്റി നോക്കുമ്പോൾ ഡോക്ടർ തരൂർ മറ്റുള്ളവരെക്കാളും വളരെ മുന്നിലാണ്. അതിനെപ്പറ്റി എന്താണ് കോൺഗ്രസ് അത്തരം ഒരു സ്റ്റെപ്പ്? ഇതൊരു ക്രിട്ടിക്കൽ ടൈം ആയതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ലിസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഒപ്പം നിന്നൊരു വ്യക്തിയാണ്. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എപ്പോൾ പറഞ്ഞു നടന്നിരിക്കുന്നത്, നമുക്ക് നമ്മളുടെ സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ സാധിക്കില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കോൺഗ്രസിൻ്റെ നാഷണൽ നമ്മൾ ഫിഗേഴ്സ് നോക്കിയാൽ എൻ്റെ പിന്നെ കാലത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞ 3 ഇലക്ഷനിൽ 19%, 19.5%, 19.6% കോൺഗ്രസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മളുടെ പൂർണ്ണ പിന്തുണ തരുന്നവർ എപ്പോഴും ഉണ്ടാവും. അവർ മാത്രം മതിയോ? അവരോടൊപ്പം നമ്മൾക്ക് ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഒരു 25, 26, 27% കിട്ടിയാലല്ലേ നമുക്ക് ഭരണത്തിൽ വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഇതുവരെ ഈ കാലത്ത് ഈ 10 വർഷമായിട്ട് പിന്തുണ തരാത്തവരെയും നമ്മൾ അപ്പീൽ ചെയ്യണ്ടേ. എൻ്റെ അപ്പീൽ തിരുവനന്തപുരത്ത് തന്നെ എപ്പോഴും പാർട്ടിയുടെ അതീതമായിരുന്നു. അതിൻ്റെ അർത്ഥം പാർട്ടിയുടെ ഓരോരോ വിഷയത്തിൽ ഞാൻ സ്ട്രോങ് ആയി നിന്നിട്ടും കൂടി എൻ്റെ ഓരോരോ സംസാരവും പെരുമാറ്റവും കണ്ടിട്ട്
പലവരും കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടപ്പെടാത്തവരും കൂടി എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടാവില്ല. അതന്നെ നമുക്ക് 26-ലും വേണ്ടത്. വെറും കോൺഗ്രസ്സിന് സ്വാഭാവികമായിട്ട് കിട്ടുന്ന വോട്ടുകൾ കിട്ടിയാൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഇത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞു, താങ്കളോട് ഈ ചില കോൺഗ്രസ് പ്രതിനിധികൾ നിങ്ങളോട് പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ തന്നെ സമ്മതിക്കുക, പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല, ഞങ്ങളുടെ ഘടകകക്ഷികളുടെ ചില പാർട്ടികൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. 1-2 പബ്ലിക് ഒപ്പീനിയൻ പോൾസ് ചിലവർ കമ്മീഷൻ ചെയ്തത് എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ശ്രമം നടത്താതെ, കേരളത്തിൽ ഒരു പ്രചരണം ചെയ്യാതെ എന്തോ ഞാൻ മുന്നോട്ട് നിൽക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ. അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാനുണ്ടാവും. അവർക്ക് പാർട്ടിക്ക് അത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വേഗം നമ്മുടെ പാട് നോക്കാം. എനിക്ക് സമയം എന്താ പറയുക, എനിക്ക് എൻ്റെ സമയം ചിലവാക്കാൻ ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കരുത്. ആ ഓപ്ഷൻസ് എപ്പോഴും എനിക്ക് ഉണ്ട്. അതിന് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് എഴുത്തുണ്ട്, പുസ്തകങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. ലോകം മുഴുവൻ ഓടി നടക്കാനുള്ള ക്ഷണങ്ങൾ വരുന്നുണ്ട്. ഞാൻ എത്രയാണ് എന്നെ ക്ഷണിക്കുന്ന കോൺഫറൻസ് പോകാൻ സാധിക്കാത്തത് കാരണം രാഷ്ട്രീയവും പാർലമെൻറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ രാജ്യത്തിൻ്റെ സേവനം ചെയ്യാനാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ അമേരിക്കയിൽ സുഖമായി, ഞാൻ ഐക്യരാജ്യസഭ വിട്ട ശേഷം കൂടി നല്ലോണം പണം സമ്പാദിച്ച് സുഖമായി ഇരിക്കുകയായിരുന്നു. ഞാൻ അതിന് വിട്ടു വന്നത്, അതോ കോൺഗ്രസ് എന്നെ ചോദിച്ചു ഉടനെ ഞാൻ യെസ് പറഞ്ഞു. എന്താ കാരണം? എനിക്ക് വിചാരിച്ചു, ആരാണ് കോൺഗ്രസ്? സോണിയാഗാന്ധിനെ ചോദിച്ചു, മൻമോഹൻ സിംഗിനെ ചോദിച്ചു, കോൺഗ്രസ് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു നിങ്ങൾ മത്സരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് അതൊക്കെ നോക്കുമ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ, ഒരു സെക്കൻഡ് കാത്തിരിക്കാതെ ഞാൻ പറഞ്ഞു ശരി. എൻ്റെ ഒരൊറ്റ കണ്ടീഷനായിരുന്നു, എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കായിരിക്കും ലോജിക്. ബിക്കോസ് ചില വേറെ ഭാഗത്തൊക്കെ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാർട്ടി സംഘടന ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നടക്കില്ല. ഒന്നാം കാര്യം, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഗ്രാമം ഒരു റിസർവ് കൺസ്റ്റിറ്റ്യുവൻസിയിൽ പെട്ടുപോയി. ടെക്നിക്കലി ആലത്തൂരിലാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്, പക്ഷേ ആലത്തൂർ കൺസ്റ്റിറ്റ്യുവൻസിയിൽ അത് നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അത് ഒരു പക്ഷേ തെറ്റിദ്ധാരണയായിരുന്നു ആ സമയത്ത്, പക്ഷേ ഞാൻ വിചാരിച്ചു വലിയൊരു നഗരത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ തലസ്ഥാനത്തിൽ, എൻ്റെ പേരും എൻ്റെ എഴുത്തും എൻ്റെ വിശ്വാസങ്ങളും ഒക്കെ പലർക്ക് കൂടുതൽ അറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ആയിരിക്കും മാച്ച്. അതിൻ്റെ അടിസ്ഥാനം ഞാൻ ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ തിരുവനന്തപുരം എൻ്റെ കർമ്മഭൂമി മാത്രമല്ല, എൻ്റെ നാടായി മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ 15-16 വർഷം അവിടുത്തെ എല്ലാ ഭാഗത്ത് മുക്കിലും പോയി വോട്ട് ആവശ്യപ്പെട്ടിട്ട് മാത്രമല്ല, ഓരോരോ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടും, ഗ്രാമദേശം, തീരദേശം, ആദിവാസി ദേശം എല്ലാവിടെയും ഞാൻ പോയി വന്നിട്ടുണ്ട്. പോയി പങ്കെടുക്കാത്ത ഭാഗങ്ങളില്ല. അപ്പോൾ തിരുവനന്തപുരം എനിക്ക് ഭയങ്കര സ്നേഹമുള്ളൊരു സ്ഥലമാണ്. അത് ഞാൻ ഒരു പാർട്ടി നൽകിയ ഒരു ഉത്തരവാദിത്വം മാത്രമായിട്ടല്ല കാണുന്നത്. നാളെ ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും കൂടി ഞാൻ അവിടെ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. അതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോൾ കേരളത്തിൽ അഥവാ അടുത്ത വർഷത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക, അത് തീരുമാനം എൻ്റെ മാത്രമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാർ തീരുമാനം ഒന്ന് കാത്തിരുന്ന് നോക്കട്ടെ. കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വേറൊരു പാർട്ടി ഡോക്ടർ തരൂരിൻ്റെ ഓപ്ഷനാണോ? BJP ഒരു ഓപ്ഷനാണോ? അല്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ഓരോരോ പാർട്ടിക്ക് അവർ സ്വന്തം ചരിത്രവും അവർ സ്വന്തം വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില കാര്യത്തിൽ തീരെ ആ വിശ്വാസം പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വേറൊരു പാർട്ടി ചേർന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നില്ല അത് ശരിയാവുമെന്ന്. പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത, ഒരു സ്വാതന്ത്ര്യനായിട്ട് നിൽക്കാനുള്ള സാധ്യത അത് എപ്പോഴും എല്ലാ വ്യക്തിക്കും ഉണ്ടാവാം. പക്ഷേ നമ്മളുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്നത്, എല്ലാവർക്കും ഒരു പാർട്ടി ആവശ്യമുണ്ട്, ഒരു സംഘടനയും ഒരു വാഹനവും അവരുടെ ഐഡിയാസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിക്ക് ചില മൂല്യങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയോ ഒരു മാനിഫെസ്റ്റോ ഇല്ലെങ്കിൽ അർത്ഥമില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു പാർട്ടി ഒരു വാഹനമാണ്, ഒരു സംഘടന ശക്തി ഉണ്ടാവണം. ഈ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മൂല്യങ്ങളെ അധികാരത്തെത്താനും ഉള്ള കഴിവുണ്ടാവണം. അത് എല്ലാ പാർട്ടിക്കും ഒരേപോലെയല്ല. അത് ദേശീയ സ്ഥിതിയിൽ BJP കാണിച്ച കഴിവ് ഞങ്ങൾക്ക് ഒരേപോലെ കാണിക്കാൻ സാധിച്ചിട്ട് പല സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ CPM കാണിച്ച ആ കഴിവ് നമ്മൾക്ക് കോൺഗ്രസ്സിന് കാണിക്കാൻ സാധിച്ചില്ല. അത് എൻ്റെ ചുമതലയല്ല. പക്ഷെ ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ തെറ്റ് കാണുന്നില്ല. കാര്യത്തിൽ ഞാൻ കണ്ടതാണ്. നമ്മളുടെ എല്ലാ ബൂത്തിലും ആളില്ലായ്മയും, നമ്മുടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓർഗനൈസേഷൻ ശക്തി. നമ്മൾ കാർഡ് ബേസ്ഡ് പാർട്ടിയല്ല, ഒന്നാം കാര്യം. രണ്ടാമത്തത് ആ സംഘടനത്തിൽ എത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നും കൂടി ചോദിക്കാൻ കൊള്ളുന്ന സാധനം. പല നേതാക്കളുണ്ട്, സാധാരണ പ്രവർത്തകരുടെ ഒരു കുറവുണ്ട് എന്ന് പലവരും കാണുന്നു. ഓക്കെ,
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോഴാണോ അതെയോ അതിനു മുമ്പാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കന്മാർ എം പിമാരും എന്നെ കണ്ടുവെന്നും അവർ BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് ഡോക്ടർ തരൂരിനെയാണ് ഉദ്ദേശിച്ചതെന്ന് കുറേയേറെ ആൾക്കാർ പറഞ്ഞു. സാർ എന്തെങ്കിലും ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ BJPയിൽ ചേരാനുള്ള സംസാരം ഞാൻ ഒരിക്കലും ആരോടും കഴിച്ചില്ല. കാര്യം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല, അതെൻ്റെ മനസ്സിലേ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആരാത് വിചാരിച്ച് കരുതി എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ചേരുന്നൊരു വിശ്വാസം ഉണ്ടായിട്ടില്ല. ചിലവർക്ക് പിന്നെ എന്നോട് സംസാരിക്കാനുള്ള എന്താ പറയുക സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ടല്ലോ. ആൾക്കാർക്കൊന്നും ഞാൻ ആരെയും കാണില്ല എന്ന് പറയില്ല. നാളെ ഒരു BJP നേതാവ് ഒരു കോൺഗ്രസ് നേതാവ് എന്നെ കാണാൻ ആവശ്യപ്പെട്ടാൽ എന്തുകൊണ്ട് വേണ്ട പറയും. നമ്മളെല്ലാവരും ഒരേ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അവരൊരു എതിരാളിയാണ്, ഒരു ശത്രുവല്ല. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഈ ഡോക്ടർ തരൂറിന് ഹിന്ദുയിസത്തിലുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് RSSലെ പല നേതാക്കന്മാർക്കും അതിനോട് വളരെ ആരാധനയാണ്. അത് വെച്ച് തന്നെ പല RSS നേതാക്കന്മാർക്കും ഡോക്ടർ തരൂറിനെ BJPയിൽ കൊണ്ടുവരണമെന്നുണ്ടെന്ന് അവർ സംസാരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഡോക്ടർ തരൂർ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ഹിന്ദു മതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഹിന്ദു മതത്തിനെ കുറിച്ചുള്ള അറിവ് വായന വഴിക്കാണ് കൂടുതൽ. പ്ലസ് ഓഫ് കോഴ്സ് ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ച് വളർന്നിട്ട് എൻ്റെ കുടുംബത്തിൽ കണ്ട വിശ്വാസങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഓരോരു ക്ഷേത്രത്തിൽ പോയിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെ അതുപോലെ പക്ഷേ കൂടുതൽ വായന വഴിക്കാണ്. അങ്ങനെയും ചെയ്തിട്ടും പ്രത്യേകിച്ച് എനിക്ക് സ്വാമി വിവേകാനന്ദ ഒരു ഭക്തനാണ്. കാരണം അദ്ദേഹം ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണമൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ഒക്കെ ഭൂരിപക്ഷം ഇംഗ്ലീഷായിരുന്നു. ആദ്യം ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും ഹിന്ദുസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു ട്രാൻസ്ലേഷൻ വഴിക്കല്ല മനസ്സിലാക്കാൻ സാധിച്ചത്. നേരിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടാണ്. ഞാൻ ഒരു ടീനേജ് ഇയേഴ്സ് മുതൽക്കേ വളർന്നിരിക്കുന്നത് ഈ വിശ്വാസത്തോടെ. ആ വിശ്വാസം എനിക്ക് എന്താ ഞാൻ പറയുക, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് ടു മീ. ഇറ്റ് ഈസ് വെരി ഫണ്ടമെൻ്റൽ ടു ഹു ഐ ആം. പക്ഷെ അദ്ദേഹം എന്താ പഠിപ്പിച്ചിരിക്കുന്നത്, ശരിക്കും ഹിന്ദു മതം പ്രകാരം എല്ലാ പ്രാർത്ഥന രീതികളും ഒരേപോലെയാണ്. അദ്ദേഹം ശിവമഹിംന സ്തോത്രം എന്ന് പറഞ്ഞൊരു ശ്ലോകം എപ്പോഴും പാടുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു, ചില നദികൾ നേരിട്ടും ചില നദികൾ ഒരു വൈൻഡിങ് വേയിലും ചില മലകളിൽ നിന്ന് ചില വാലീസിൽ നിന്ന് ചില അവിടെയും ചില ഇവിടെയും, പക്ഷെ അവസാനത്തെ എല്ലാം എത്തുന്നത് ഈ നദികളൊക്കെ എത്തുന്നത് ഒരേ സമുദ്രത്തിലാണ്. അതുപോലെ ഏത് മതത്തിൻ്റെയും പ്രാർത്ഥന അവസാനത്തിൽ, ഏത് മനുഷ്യൻ്റെയും പ്രാർത്ഥന എത്തുന്നത് അവസാനത്തെ ഒരേ സ്ഥലത്താണ്, ഒരേ ബ്രഹ്മൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ. ആ വിശ്വാസം എന്നെയുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ മനുഷ്യന്മാരെ ലിസിൻ്റെ വിശ്വാസം തെറ്റാണെന്നൊരു വിചാരം എനിക്കില്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹിന്ദുവിന് അങ്ങനെ ഒരു വിശ്വാസം എന്നെക്കുറിച്ച് തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ വിശ്വാസം എന്താണ്, സത്യം വിശ്വസിക്കുന്നവർക്ക് അറിയാം സത്യത്തിന് എത്താൻ പല രീതികളുണ്ട്, പല വഴികളുണ്ട്, പല മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ താങ്കളുടെ രീതിയിൽ താങ്കൾ സത്യം തേടുന്നു, ഞാൻ എൻ്റെ രീതിയിൽ സത്യം തേടുന്നു. പക്ഷേ രണ്ടാളും അവസാനത്തിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തിനടുത്ത് എത്താൻ വേണ്ടി നോക്കുകയാണ്. ഈ വിശ്വാസത്തിൽ എനിക്ക് ഒരിക്കലും വേറെ ഈ ന്യൂനപക്ഷിതമായ ഐഡിയ എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഉണ്ടെങ്കിലും വേറെ ആൾക്കാർക്ക് വേറെ രീതി ഉണ്ടെങ്കിലും അത് അവരുടെ രീതിയാണ്. അത് എനിക്ക് ഒരു ജഡ്ജ് ചെയ്യാൻ ഒരു അവകാശമില്ല. അങ്ങനെയാണ് വിവേകാനന്ദ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞ്, നോട്ട് ജസ്റ്റ് ടോളറൻസ് ബട്ട് അക്സെപ്റ്റൻസ്. ഇത് ഇംഗ്ലീഷിൽ പ്രൊഫൗണ്ട് ഐഡിയയാണ്. ഞാൻ കുറേ വർഷങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഹിന്ദു മതത്തിന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പല വിധത്തിലും ഒരു എളുപ്പം മതമാണ്. ഒരിക്കലും പറയുന്നില്ല ഞങ്ങളുടെ രീതി മാത്രം കറക്റ്റാണ്, ഒരിക്കലും പറയുന്നില്ല നമ്മൾക്ക് ഒരു ഹിന്ദു പോപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഹിന്ദു ഡെക്ക ഉണ്ടാവണം, ഒരു ഹിന്ദു ഹൈറാർക്കി ഉണ്ടാവണം, ഒരു ഹിന്ദു ഞായറാഴ്ചയും കൂടി ഇല്ല, 7 ദിവസം നമുക്ക് പോയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഡേ ആക്കി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു കൺവീനിയൻറ്റ് ഫെയ്ത്തും കൂടിയാണ്. അതുമാത്രമല്ല ഹിന്ദു മതത്തിൽ ലിബറൽ ആണെന്ന് മാത്രമല്ല, ഹിന്ദുയിസം ആൻഡ് ലിബറലിസം ആർ കംപ്ലീറ്റ്ലി കമ്പാറ്റബിൾ. പക്ഷെ അത് മാത്രമല്ല നമ്മൾക്ക് വി ക്യാൻ പിക്ക് ആൻഡ് ചൂസ്. നമ്മൾക്ക് അത്രത്തോളം സീക്രട്ട് ടെക്സ്റ്റ്, നിങ്ങൾക്ക് താങ്കളുടെ മതത്തിലൊരു ബൈബിളുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്താണ് നിങ്ങളുടെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾക്ക് ആയിരക്കണക്കിൻ്റെ സീക്രട്ട് ടെക്സ്റ്റ് ഉണ്ട്. ആദിശങ്കര 1000 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തെ കുറച്ച് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം എഴുതി,
ഞാൻ എല്ലാ ടെക്സ്റ്റിനെ കുറിച്ചും പറയും. എൻ്റെ ഭാഷ്യ ചില ടെക്സ്റ്റിന്, ചില ഉപനിഷത്തും ഭഗവത്ഗീതയും ചില പിന്നെ വിശ്വാസത്തെക്കുറിച്ച് മാത്രമാണ്. കാരണം ഹിന്ദുമതത്തിനകത്ത് തന്നെ നമ്മൾക്ക് സെലക്ഷൻ ചെയ്യാൻ ഒരാവശ്യമുണ്ട്. അങ്ങനെ ഒരു മതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നു, ഞാൻ പിന്നെ ഈ വർണ്ണാശ്രമധർമ്മം, അതിൻ്റെ അർത്ഥം ജാതി വിശ്വാസമല്ല എനിക്ക്. ഞാൻ പറയുന്നു ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈഴവ സമുദായത്തിൻ്റെ വ്യക്തിയല്ല. പക്ഷേ ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. എനിക്ക് അതുതന്നെ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് അതിനെ സ്വീകരിക്കില്ല? എനിക്ക് പിന്നെ അതിൻ്റെ അർത്ഥമല്ല ഞാൻ നല്ലൊരു ഹിന്ദുവല്ല. ചില ഹിന്ദുക്കൾക്ക് ജാതി വലിയ പ്രാധാന്യമാണ്, എനിക്കതല്ല. പക്ഷേ എല്ലാ ഹിന്ദുവിനും ദേ ക്യാൻ ചൂസ് വാട്ട് ദേ ലൈക്ക് ഫ്രോം ദ ബിലീഫ് സിസ്റ്റം. ഇപ്പം മനുസ്മൃതിയെ ഉപേക്ഷിക്കുന്ന ഹിന്ദുക്കളുണ്ട്, മനുസ്മൃതിയെ പിന്നെ ആഘോഷിക്കുന്ന ചില ഹിന്ദുക്കളുണ്ട്. രണ്ടും ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൂടുതൽ റെലവൻ്റ് ആണെന്ന് ആൾക്കാർ കരുതുന്ന ആ ഹിന്ദുയിസത്തിനോട് ഡോക്ടർ തരൂരിൻ്റെ വിശ്വാസം അത് ചേരുന്നില്ല എന്നാണ് പറയുന്നത്? ചേരുന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ഒപ്പം പറയുന്നു, പക്ഷേ ചിലവർ ഈ ഒരേ ഹിന്ദു മതത്തിനെ എടുത്തിട്ട് അത് വേറെ മതവിശ്വാസികളുടെ എതിരെ ഉപയോഗിക്കുമ്പോൾ, ഒരു ആയുധമാക്കി ഉപയോഗിക്കുമ്പോൾ അതിനെനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണമാണ്, പിന്നെ നമ്മളുടെ ഭരണഘടനത്തെ മാറ്റി ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം. നമ്മൾ അങ്ങനെ ചെയ്യാൻ ആവശ്യമില്ല. ഒന്നൊക്കെ നമ്മുടെ ഭരണഘടന എഴുതി കഴിഞ്ഞ ഭരണഘടനമാണ്. അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ബേസിക് സ്ട്രക്ചർ പ്രകാരം എല്ലാ മതത്തിൻ്റെ ആൾക്കാർക്കും ഒരേ അവകാശമാണ് ഈ ഭാരതത്തിൽ. ഒരിക്കലും ഇത് ഒരു മതത്തിൻ്റെ വ്യക്തികൾക്ക് മാറ്റാൻ സാധിക്കുന്ന രാജ്യമല്ല. അപ്പോൾ അതിൽ നമ്മൾക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. RSSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുമ്പൊക്കെ എന്തായാലും, ഇപ്പോഴത്തെ ശ്രീ മോഹൻ ഭാഗവത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞത് ഭരണഘടനത്തെ മാറ്റണം, ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം. മോഹൻ ഭാഗവത് പറയുന്നില്ല, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും സ്ഥലമില്ല എന്നല്ല അർത്ഥം. എല്ലാവർക്കും ഒരേ വിലയാണ്, എല്ലാവരും ജീവിക്കാൻ സാധിക്കണം ഒരുമിച്ച്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഹിന്ദു രാഷ്ട്രം എന്ന പേരെന്തിനാണ് വെക്കണം? എൻ്റെ അഭിപ്രായത്തിൽ ഭാരതത്തിൻ്റെ ഭരണഘടന നമ്മൾക്ക് ആ എസെൻഷ്യൽ എലിമെൻസിനെ മാറ്റാൻ ഒരു ആവശ്യമില്ലാണ് നമ്മൾ മുന്നോട്ട് പോകുക. ഇങ്ങനെയൊക്കെയാണ് ചില പിന്നെ തർക്കങ്ങൾ എൻ്റെയും ചില പിന്നെ RSS വിശ്വാസികളുടെ ഇടയിൽ വരുന്നത്. പക്ഷേ എൻ്റെ വിശ്വാസം ഹിന്ദുമതം എനിക്കും പല ഹിന്ദുക്കൾക്കും ഒരു എന്താ പറയുക, ഒരു വൈറ്റൽ ആസ്പെക്റ്റ് ഓഫ് ദെയർ ഐഡൻറ്റിറ്റി എന്ന് പറയാം. അവർ കാണുന്നത് ദിസ് ഈസ് ഹൂ ദേ ആർ. അതിൽ ഞാനും പെടും. അതിനെക്കുറിച്ച് എന്നെ പിന്നെ ആക്ഷേപിക്കാൻ ആവശ്യമില്ല. കാരണം അതിൻ്റെ ഒപ്പം വേറൊരു ജഡ്ജ്മെൻറ്റ് ഇല്ല അഗേൻസ്റ്റ് എനിബഡി. ഈ മോഹൻ ഭാഗവതിനോട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെപ്പറ്റി? ഒരിക്കൽ ഒരു കോൺഫറൻസിൽ ഞാനും വേറെ സെഷനിലായിരുന്നു. ഇടയിലൊരു ചായ ബ്രേക്കിൽ ഇരുന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ഞാൻ എൻ്റെ രീതിയിൽ നേരിട്ട് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടത്, പിന്നെ ചില കാര്യങ്ങൾ നടക്കുന്നത് ഹിന്ദു മതത്തിൻ്റെ പേരിൽ നടക്കുന്നത് ശരിയല്ല, നിങ്ങൾ അതിനെതിരെ തന്നെ സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് I said to him, ഞാൻ അദ്ദേഹം കാണുന്ന സമയത്ത് 1-2 മുമ്പ് ഒരു മുസ്ലിമിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിച്ചിട്ട് ജയ ശ്രീറാം പറയുന്നവനെ അടിച്ചടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ കല്യാണ ദിനം കൂടിയായിരുന്നു അത്. ആ മുസ്ലിം പയ്യൻ്റെ ബീഹാറിലോ എവിടെയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ഹിന്ദു ധർമ്മമല്ല സാറേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെയുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ പബ്ലിക്കലി? അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം വലിയ രാജ്യമല്ലേ, എന്തൊക്കെ സംഭവിക്കണം, ഇതിൻ്റെ അകത്ത് എല്ലാറ്റിനെ കുറിച്ച് കോമൻട്രി അടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞാൽ താങ്കളുടെ ഫോളോവേഴ്സിന് വലിയൊരു സന്ദേശമായിരിക്കും. ഞാൻ തന്നെ സമ്മതിച്ചത് ഞാൻ പറഞ്ഞ കാര്യമാണെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞ് ഉടനെ അദ്ദേഹം ഡൽഹി വന്നിട്ട് പ്രസിദ്ധപ്പെട്ട സ്പീച്ച് അദ്ദേഹം പറഞ്ഞു. അതെ, ഈ ഹിന്ദു പിന്നെ മതവിശ്വാസികൾക്ക് പിന്നെ ഒരിക്കലും വേറെ മതത്തിനെ ആക്ഷേപിക്കാൻ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം താങ്കൾ കേട്ടില്ലേ, എല്ലാ മസ്ജിദിൻ്റെ കീഴിൽ ഒരു ലിംഗം തരയാൻ ആവശ്യമില്ല എന്ന്. പിന്നെ ഈ വർഷം കേട്ടില്ലേ, അദ്ദേഹം പറഞ്ഞു ചിലവർ വലിയ ഹിന്ദു നേതാക്കളാവാൻ ശ്രമിക്കുന്നു മസ്ജിദിനെ പൊളിച്ചിട്ട്. അതൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോയി നല്ലോണം ഈ സ്പഷ്ടമായിട്ട് സന്ദേശം കൊടുക്കാൻ തുടങ്ങി. അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ. കാരണം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ പോലെ നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ മറ്റേവർക്ക് കുറച്ച് മാറി നിൽക്കേണ്ടി വരും. പക്ഷേ അവർ മാറി നിൽക്കുന്നില്ല, ചിലവർ ഇനിയും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദേശം തന്നെയാണ്. നമുക്ക് കുറച്ച് പറയുക, ഡോക്ടർ തരൂരിൻ്റെ ലോകം ഒരു വലിയ ലോകമായിരുന്നു. ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കേരളം പോലെയുള്ള വളരെ പൊളിറ്റിക്കലായിട്ട്, ഇപ്പം സാറ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു,
രാഷ്ട്രീയത്തിലും ഇതിൽ മാത്രമല്ല സാഹിത്യത്തിലും സിനിമയിലും എല്ലാം പൊളിറ്റിക്സ് ഉള്ള അവിടെ വന്നപ്പോൾ ശ്വാസം മുട്ടൽ തോന്നിയോ? അതെ, ഞാൻ സത്യമായിട്ട് പറയട്ടെ, പലരും എൻ്റെ എതിരൊരു ആരോപണമുള്ളത് നിങ്ങളൊരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ചിന്തിക്കുന്നത്. സത്യം തന്നെയാണ്, ഞാൻ അങ്ങനെയല്ല വളരെ നിൽക്കുന്നത്. എൻ്റെ ചിന്ത എപ്പോഴും പിന്നെ കുറച്ചുകൂടി വലുതായിരുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞ ആരോഗ്യൻ്റെ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ആ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ചിലവർ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് അവരെ പോലെ തന്നെ ഞാൻ പെരുമാറുന്നില്ല എന്നോ ചിന്തിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നോ, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ ഇംപ്ലിക്കേഷൻസ് ആദ്യം ചിന്തിക്കണമെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളെ എതിരിക്കുന്ന പാർട്ടികളോ സർക്കാരുകളോ ചില നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറായൊരു വ്യക്തിയാണ്. അത് പലർക്കും ഇഷ്ടമല്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പെരുമാറ്റത്തിന് സ്ഥലമില്ല എന്നാണ് ചിലർ പറയണത്. പക്ഷേ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക്, കാരണം ഭൂരിപക്ഷം ആൾക്കാർ ഈ കാലത്ത്, പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഭൂരിപക്ഷം ആൾക്കാർ കാർഡ് ക്യാരിയിങ് പാർട്ടി മെമ്പേഴ്സ് അല്ല. അവരുടെ താല്പര്യങ്ങളുണ്ടാവും, അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവർ സിമ്പത്തീസ് ഉണ്ടാവും. അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ചിലവർ പറയും ഞങ്ങളുടെ കുടുംബം ഒക്കെ എപ്പോഴും കോൺഗ്രസ്സാണ് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാറുള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ. പക്ഷേ പിന്നെ ഭൂരിപക്ഷം ആൾക്കാർ ഫെയർ മൈൻഡഡാണ്. ഒരു സർക്കാർ നല്ല കാര്യം ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടും, നല്ല കാര്യം ചെയ്തിട്ടുണ്ട് കുറ്റം പറഞ്ഞാൽ അവർക്ക് അതും ഇഷ്ടപ്പെടും. ഇതാണ് മോസ്റ്റ് പീപ്പിൾ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ വലിയ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ അകത്ത് എപ്പോഴും ഉണ്ടാകും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവരെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞത്? നമ്മൾ എതിരാളികളല്ലേ? അതേ, എതിരാളികളാണ്. പക്ഷേ ചിലപ്പോൾ എതിരാളികൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പിന്തുണ കൊടുക്കണ്ടേ? അതാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ തരൂറിൻ്റെ കഴിവുകളെല്ലാം ഈ പാർട്ടി, കോൺഗ്രസ് പാർട്ടി നല്ലവണ്ണം ഉപയോഗിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഒന്ന് പോപ്പുലാരിറ്റി വേണ്ട വിധം ക്യാമ്പയിനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒന്ന്. ബിക്കോസ് കേരളത്തിൽ മാത്രമല്ല താങ്കൾ പ്രസിദ്ധനായതോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഉള്ളതോ ഒന്ന്. പിന്നെ ഈവൻ ഈ വിദേശകാര്യ ഈ പോളിസി കാര്യത്തിൽ പോലും കോൺഗ്രസ് പാർട്ടി പലപ്പോഴും എപ്പോഴും താങ്കളെ കൺസൾട്ട് ചെയ്യാറുണ്ടോ? അപ്പോൾ വേണ്ടവിധം കഴിവുകൾ, ഡോക്ടർ തരൂറിൻ്റെ കഴിവുകൾ കോൺഗ്രസ് പാർട്ടി വേണ്ടവിധം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അത് പറയണതേ ഒരു പ്രിസംഷൻ അല്ലേ. നമുക്കിങ്ങനെ ഒരു ഉപയോഗിക്കണമെന്നൊരു ആവശ്യമുണ്ടെന്നല്ല. കഴിവ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി സമ്പാദിച്ചൊരു കഴിവ് അത് പലർക്കും അറിയാം. അത് ഇപ്പോൾ വിദേശകാര്യ കമ്മിറ്റിയിൽ ഞാൻ അഭിമാനത്തോട് പറയുന്നു. അവിടെ വരുന്ന പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തെ ആൾക്കാരായ ശരി, എല്ലാ പാർട്ടികളുടെ പ്രതിനിധിയായ ശരി, എൻ്റെ കമ്മിറ്റിയിൽ CPM നേതാവുണ്ട്, BJP 6 നേതാക്കളുണ്ട്, പല പാർട്ടികളുടെ TMCൻ്റെ ആൾക്കാരുണ്ട്. എല്ലാവരും എന്നോട് പിന്നെ നല്ലോണം അപ്രീസിയേഷനോടാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ കമ്മിറ്റി നയിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്ത് അറിവോടാണ് ചില വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്, അവർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എനിക്ക് അത്രയെങ്കിലും ആ കഴിവുണ്ടെന്ന്. അതല്ല പ്രശ്നം. ഞാൻ പറയുന്നു, ഒരു പാർട്ടിക്ക് എപ്പോഴും പൂർണ്ണ അവകാശമുണ്ട് തീരുമാനിക്കാൻ അവർക്ക് ആരെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്. അഥവാ എൻ്റെ പാർട്ടിക്ക് എന്നെ ഇങ്ങനൊരു രീതിയിൽ ആവശ്യമില്ല എന്ന് തോന്നിയാൽ ഞാൻ ആരാണ് അവരെ ചാലഞ്ച് ചെയ്യാൻ? അവർക്ക് ആ ആവശ്യം തോന്നിയില്ല. ആ ആവശ്യം അവർക്കില്ലെങ്കിൽ എനിക്കെന്താ നഷ്ടം? നേരെ മറിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഓഫ് കോഴ്സ് ഞാനാണ്. പക്ഷേ ആ ആവശ്യം അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. ഈ പലപ്പോഴും ഉണ്ടല്ലോ ഈ ലാറ്ററൽ എൻട്രീസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു തരത്തിൽ പറയും ലാറ്ററൽ എൻട്രീസ് എപ്പോഴും ആവശ്യമാണ്. കാര്യം രാഷ്ട്രീയത്തിൽ എല്ലാ ആസ്പെക്ട്സും നോക്കിയാൽ ഒരു 360 ഡിഗ്രി കവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ല എന്നുള്ളത്. പക്ഷേ പല ലാറ്ററൽ, ഇപ്പോൾ സാം പിട്രോഡയ്ക്ക് ക്ഷമ പറയേണ്ടി വന്നു. അദ്ദേഹം PTR തമിഴ്നാട്ടിൽ പ്രശ്നമായി, ഡോക്ടർ തരൂർ വളരെയേറെ. അപ്പോൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയം ഈ ലാറ്ററൽ എൻട്രീസ് അല്ലെങ്കിൽ അവനവൻ ഒരു അച്ചീവേഴ്സിന് പറ്റിയതല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ PTRൻ്റെ കഥ വേറെയാണ്. അദ്ദേഹം ഒരു വലിയൊരു രാഷ്ട്രീയ കുടുംബത്തിൻ്റെ ഒരു മകനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും രാഷ്ട്രീയത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും രാഷ്ട്രീയത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരേ കാറ്റഗറിയിൽ വെച്ചിട്ട് കാര്യമില്ല. സാം പിട്രോഡിയും ഞാനും നേരെ മറിച്ച് ഞങ്ങളുടെ പേരുണ്ടാക്കിയത് വേറെ ഒരു പ്രൊഫഷൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിങ്ക്സ് പക്ഷേ ഒരു പൊളിറ്റീഷ്യൻസ് ഇൻസ്റ്റിങ്ക്സ് അല്ല എന്ന് ഒരു വിചാരമുണ്ടെങ്കിൽ അതിൽ ഞാൻ വലിയ തെറ്റ് കാണുന്നില്ല. പക്ഷേ സാം ഒരു ഇലക്റ്റഡ് ഒഫീഷ്യലല്ല.
ഞാൻ അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ അടുത്ത് പോയിട്ട് അവരുടെ ഒരു മാൻഡേറ്റ് മേടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. അത് ഒരിക്കലും കൂടിയാൽ 4ാമത്തെ തവണയാണത്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനും എൻ്റെ അഭിപ്രായം പറയാനും ഒരു അവകാശമില്ല. ആ അവകാശം ഞാൻ ജനങ്ങളുടെ നിന്ന് മേടിച്ചൊരു അവകാശമല്ലേ. അതെ. ഡോക്ടർ തരൂർ കോൺഗ്രസ്സിലെ ഓർഗനൈസേഷനിൽ പ്രസിഡൻഷ്യൽ പോസ്റ്റിലേക്ക് മത്സരിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ സംസാരിച്ചപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കോൺഗ്രസിൻ്റെ ഒരു ഡെമോക്രാറ്റിക് ഫേസിനെ ഒന്ന് മറ്റുള്ളവർക്ക് കാണിക്കാൻ കൂടിയാണ് എൻ്റെ ഈ ശ്രമം എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് ഡോക്ടർ തരൂരിനോടുള്ള സാമീപ്യത്തിൽ അപ്രോച്ചിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു വലിയ വ്യത്യാസം വന്നിരിക്കുന്നതിന് വർക്കിംഗ് കമ്മിറ്റി അംഗമായി ആക്കി. പക്ഷെ അല്ലെങ്കിൽ വേറെ ഞാൻ പറയുക, വേറൊരു പ്രത്യേകിച്ചൊരു വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ വന്നിട്ടില്ല. നോക്കൂ, ഞാൻ ചെയ്ത് എനിക്കൊരു റിഗ്രറ്റ്സും ഇല്ല. അത് നോമിനേഷൻ ദിനം തന്നെ സ്പഷ്ടമായി ഞാൻ ജയിക്കാൻ പോകുന്നില്ല. കാരണം ആ കാലത്തുള്ള പ്രധാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ് ശ്രീ ഖർഗേന് നോമിനേഷൻ ഫോം ഒപ്പിട്ടത് ഒറ്റക്കെട്ടായിട്ട്. എന്നെ മത്സരിക്കാൻ ആഗ്രഹിച്ചവരും കൂടി ശ്രീ ഖർഗേൻ്റെ ഫോം സൈൻ ചെയ്തപ്പോൾ ഒരു സ്പഷ്ടമായിട്ടൊരു സന്ദേശം കിട്ടി. ഇത് പാർട്ടിയുടെ ഒരു താല്പര്യമാണ്, പാർട്ടിയുടെ തീരുമാനമാണ്, അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ എന്നിട്ടും കൂടി എന്തുകൊണ്ടാണ് മത്സരിച്ച് ചിലർ വിചാരിച്ചു ഞാൻ പിൻവലിക്കുന്നത്. പക്ഷേ ഞാൻ പിൻവലിക്കാത്തത് കാരണം എന്താണ്, എനിക്ക് തോന്നി ഒന്നാം കാര്യം താങ്കളോട് പറഞ്ഞ പോലെ ഒരു പാർട്ടിയുടെ അകത്തൊരു ഇൻറ്റേർണൽ ഡെമോക്രസിയെ നമ്മൾ ആവർത്തിക്കണം. അത് നല്ലൊരു കാര്യമാണ് പാർട്ടിക്ക്. രണ്ടാമത്തത്, എന്നോട് സംസാരിച്ച പല സാധാരണ പാർട്ടി പ്രവർത്തകരെ അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ നല്ലൊരു അവസരമായി. എൻ്റെ ഈ 2 ആഴ്ചയോ എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല, 14-15 ദിവസമായിരുന്നു പ്രചരണം. ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഓരോരോ പ്രഭാഷണവും പ്രസ് കോൺഫറൻസും ഒക്കെ ഈ പാർട്ടി പ്രവർത്തകർ എന്നെ പറഞ്ഞ ചില പോയിൻറ്റ്സും കാര്യങ്ങളുമാണ് ഞാൻ പബ്ലിക്കലി വെച്ചത്. ഞാൻ വിചാരിച്ചു അതെങ്കിലും പാർട്ടിയുടെ അകത്ത് ആൾക്കാർ കേൾക്കേണ്ടി വരും, എന്നിട്ട് ഒരു ദിവസം ഒരു സാധ്യത ഉണ്ടാവും ഇത് ഒരു പക്ഷെ നടന്നാലോ എന്ന്. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ വോട്ടുകളാണ് അതിൻ്റെ തെളിവ്. പലർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന്. കാരണം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ 140 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആർക്കും എൻ്റെ അത്ര വോട്ട് കിട്ടി തോറ്റിട്ടില്ല. അപ്പോൾ അത് ശരത് പവാറോ രാജേഷ് പൈലറ്റോ അങ്ങനെ പ്രസിദ്ധപ്പെട്ട പേരുകൾ മത്സരിച്ചിട്ടും കൂടി എനിക്കാണ് അവരെല്ലാവരെയും കാട്ടും കൂടുതൽ വോട്ട് കിട്ടിയത്. അതിനൊരു ചെറിയൊരു അഭിമാനം നമുക്ക് തോന്നാം. പക്ഷെ അല്ലെങ്കിൽ ഇതൊരു തോൽവി തന്നെ ആയിരുന്നു. കോൺഗ്രസ്സിന് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആവശ്യമില്ല. അവരൊരു മര്യാദയോടെ എന്നെ ഒരു വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്തിൽ ഇരുത്തി. അതിനുശേഷം സൈഡ് ലൈൻ ആയിട്ടില്ലേ കുറച്ച്? അല്ല, വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 പേരുടെ ഒരു ബോഡിയാണ്. നമ്മൾ കൂടുമ്പോൾ ഞാനൊരു 5-6 മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ വന്ന ശേഷം അത്ര ഉള്ളായിരുന്ന എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ചെറിയൊരു എക്സ്ക്ലൂസീവ് ഡിസിഷൻ മേക്കിംഗ് ഗ്രൂപ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് എപ്പോൾ ഇരുന്നാലും 100 പേരുണ്ടാകും മുറിയിൽ. അതിൽ ക്ഷണിതാവ്, പെർമനൻറ്റ് ഇൻവൈറ്റീസ്, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ജനറൽ സെക്രട്ടറീസ്, ഇൻചാർജ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കോൺഫറൻസ് പോലെയാണ്. അതൊരു ചെറിയൊരു കമ്മിറ്റി പോലെയല്ല. ഒരാൾക്ക് ഗവൺമെൻറ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്സിൻ്റെ പടമൊക്കെ കാണുമ്പോൾ 10-12 പേര് ഒരു മേശപ്പുറത്തോ അല്ലെങ്കിൽ ഒരു വേദിയിലോ നേരത്തെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ടീമായിരുന്നു. അതൊന്നുമല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അപ്പോൾ അത് നോക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ അകത്തൊരു പ്രസ്റ്റീജിയസ് പൊസിഷൻ തന്നെയാണ്. ഈ ഇന്ത്യ അലയൻസ് ആണല്ലോ ഇപ്പം BJPക്കെതിരെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അതിപ്പം സീംസ് ടു ബി ക്രംബ്ലിങ്. അതിനകത്ത് ആക്ച്വലി ഒരു ബൈൻഡിങ് ആയിട്ട് ഒരു ഫാക്ടർ ഇല്ല, പിന്നെ ഒരു ടാലൻ്റ് ഇല്ല ഇതിനെ കൂട്ടി നിർത്താനായിട്ട്. അല്ല, ഇന്ത്യ അലയൻസിൻ്റെ ഭാവിയെപ്പറ്റി ശശി തരൂർ എന്ന പൊളിറ്റീഷ്യൻ എന്താ തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ഈ ബൈൻഡിങ് ഫാക്ടർ ഉണ്ട്. അതെന്താണ്, BJPയെ എതിരിക്കാനാണ്. അപ്പോൾ BJP അത് മാത്രം ഒരു ബൈൻഡിങ് ഫാക്ടറാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട എതിരാളി BJP ആയിരിക്കില്ല, കോൺഗ്രസ് ആയിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രധാനപ്പെട്ട എതിരാളി BJP ആയിരിക്കില്ല, ഒരു സംസ്ഥാന പാർട്ടി ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ബംഗാളിലെ TMC, ബീഹാറിലെ RJDയും JDUവും, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയും, തമിഴ്നാട്ടിലെ DMKയും അവരൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്ടി. എല്ലാ സംസ്ഥാനത്തിലും ഇങ്ങനെ 6-7 സംസ്ഥാനം, ഇന്ത്യയിലത്തെ 29 സംസ്ഥാനത്തിൽ ആകെ 6-7 ഉള്ളൂ ഒരു സ്ട്രേറ്റ് കോൺഗ്രസ് BJP ഫൈറ്റ്. ബാക്കി എല്ലാവരുടെയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രേറ്റ് കോൺഗ്രസ് BJP ഫൈറ്റ് ഉള്ളപ്പോൾ മറ്റേവർ കോൺഗ്രസിനൊപ്പം നിന്നാൽ ഇന്ത്യ അലയൻസ് അർത്ഥമുണ്ട്. മറ്റേ ഫൈറ്റ്സിൽ കോൺഗ്രസ് മറ്റേവരൊപ്പം നിന്നാലും ഒരേ അടി. പക്ഷെ അത് എപ്പോഴും സാധ്യതയില്ല. ഡൽഹിയിലെ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടി തോൽപ്പിക്കാൻ നല്ലൊരു ഒരു കാരണമുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയാണ് കോൺഗ്രസിനെ ചതിച്ച് തോൽപ്പിച്ചത്. അതുപോലെ തന്നെ ഹരിയാനയിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾ കിട്ടിയില്ല. അവർ സ്വന്തം സ്ഥാനാർത്ഥികൾ നിന്നു. പല ഭാഗത്തും അവർ നമ്മുടെ വോട്ടെടുത്തു, നഷ്ടപ്പെട്ടു. ഗുജറാത്ത് അതുപോലെ അവർ ചെയ്തു. അപ്പോൾ
നമ്മൾക്ക് എങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കാത്തത് ഇന്ത്യ അലയൻസ് ചതിച്ചു. അപ്പോൾ അവർ നമുക്ക് പിന്തുണ തരാത്തതും ഒരു ചതിയല്ലേ? അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇന്ത്യ അലയൻസിൻ്റെ വില പ്രത്യേകിച്ച് നാഷണൽ ഇലക്ഷൻസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാവും. പക്ഷേ ഓരോരോ സംസ്ഥാനങ്ങളിൽ എല്ലാവരും അവർ സ്വന്തം കാര്യങ്ങൾ നോക്കി ചിന്തിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കുള്ളൂ. അത് ക്ലിയറാണ്. അതിൻ്റെ അർത്ഥമല്ല ഈ അലയൻസിന് ഉപയോഗമില്ല. വേർ പോസിബിൾ അങ്ങനെ പറയാം. സാധ്യതയുള്ളവർ നമ്മൾ ഉപയോഗിക്കാം. കേരളത്തിലെ ഗവൺമെൻറ്റിനെ പ്രൈസ് ചെയ്ത കാരണം പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ ഒന്നിനു പുറകെ ഒന്നായി ഡോക്ടർ ശശി തരൂർ പ്രൈസ് ചെയ്തു. അത് കോൺഗ്രസ്സിന് ആർക്കും അത്ര താല്പര്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ ഇമോഷണലായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ചില വിഷയങ്ങളിൽ. അതിനെപ്പറ്റി എന്താണ്? ഞാൻ പല വിഷയങ്ങളെക്കുറിച്ച് അവരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, കേരളത്തെ CPM സർക്കാരിനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കും ഒരു ശ്രദ്ധയില്ല. ആ കുറ്റം പറയാനുള്ളതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. ഒരു നല്ല വാക്ക് എപ്പോഴെങ്കിലും പറഞ്ഞാൽ അതിൽ മാത്രമാണ് എല്ലാ സ്പോട്ട്ലൈറ്റും. അത് ശരിയാണോ? ഞാൻ കണ്ടിരിക്കുന്നത് ഇന്നാൾ നടന്നൊരു വിവാദം കേരളത്തിൽ നടന്ന ശേഷം പലവരും എനിക്ക് ഓരോരോ ആർട്ടിക്കിൾ കൊണ്ടുവന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് പിന്നെ CPMനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു, അദ്ദേഹം പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കുറിച്ച് നല്ല വാക്ക് പൂർത്തി പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ ആർക്കും ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായാലും അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ വലിയ വിവാദം എനിക്ക് മനസ്സിലായില്ല. അതോ അദ്ദേഹത്തെ മാത്രം ഞാൻ സിംഗിളായിട്ട് അല്ല, ഉദാഹരണമായി പറയുകയാണ്. പലവരും ഇപ്പോൾ സംസാരിച്ചു. എൻ്റെ ചില പാർലമെൻ്ററി കോളീഗ്സ് കൊടിക്കുളം സുരേഷ് എന്നാണ് ചെയ്തൊരു പ്രസംഗത്തെക്കുറിച്ച് ആരോ ആർട്ടിക്കിൾ അയച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ചൂണ്ടിക്കാണിക്കാൻ ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അവർക്ക് അതേപോലെ അവർ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ. കുറച്ച് ലൈറ്റ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ത് പറഞ്ഞാലും ശശി തരൂറാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. മലയാളത്തിൽ എത്ര കട്ടിപിടിച്ച വാക്കുകൾ അറിയാം? തീരെ അറിയില്ല. എനിക്ക് സാധാരണ ഞാൻ നോക്കും, മലയാളം കേട്ട് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സ്കൂൾ പഠിച്ചിട്ടില്ല, കേരളത്തിൽ വളർന്നിട്ടുമില്ല, ജനിച്ചതുമില്ല, വളർന്നതുമില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അറിയാവുന്ന വാക്കേതാ? അയ്യോ ഒന്നുമില്ല. ഞാൻ സത്യം പറയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഭാഷ കേട്ടില്ലെന്ന് അത്രയേ ഉള്ളൂ എൻ്റെ മലയാളത്തിൻ്റെ യോഗ്യത. ചില കാര്യങ്ങൾക്ക് പറയാനുള്ള പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചില പ്രഭാഷകരൊക്കെ അവരുടെ ഈ സാഹിത്യ മലയാളം കേൾക്കുമ്പോൾ ഐ എം ഓൾസോ വെരി ഇംപ്രസ്. പക്ഷേ എനിക്ക് തന്നെ ഈ എടുത്താൽ പൊങ്ങാത്ത വാക്കുകൾ മനസ്സിലാവാൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു വൊക്കാബുലറിസ്റ്റ് അല്ല മലയാളത്തിൽ. പക്ഷേ ഈ മലയാളികളെ പറ്റി പറയുമ്പോഴേ, ഭക്ഷണ രീതികളെ പറ്റി പറയുമ്പം ഒത്തിരി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഫുഡി റിലേ. പക്ഷെ ഞാൻ അറിഞ്ഞത് ഡോക്ടർ തരൂർ ഒരു വെജിറ്റേറിയൻ ആണെന്നാണ്. വെജിറ്റേറിയൻസ് എന്താ ഭക്ഷണം? അല്ല മലയാളത്തിൽ സദ്യ കഴിക്കുകയാണെങ്കിൽ അതൊക്കെ സാധാരണ അല്ലല്ല. പക്ഷെ എന്തോ ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെജിറ്റേറിയൻ ആവുക കുറച്ചൊരു ഇതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എന്തെങ്കിലും കാരണം? കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ അമ്മ വിചാരിക്കുന്നതിൻ്റെ കാരണമായിരുന്നു. ഞാൻ 4-5 വയസ്സായിരിക്കും അമ്മ എന്നെ ഒരു ബുച്ചർ ഷോപ്പിൽ കൊണ്ടുപോയി ബോംബെയിൽ. അവിടെ ഞാൻ ഈ പിന്നെ ഇറച്ചി മാംസമൊക്കെ ഹുക്കുന്ന തൂങ്ങി രക്തം ഒലിക്കുന്നത് കണ്ടിട്ടും ഒരു ചിക്കനെ തല വെട്ടി ആ ചിക്കൻ തിരിയണതൊക്കെ കണ്ടിട്ട് ഭയങ്കര അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഞാൻ ആ സമയത്ത് പറഞ്ഞത് കഴിക്കില്ല. പിന്നെ ഞാൻ മൂത്ത മകനായിരുന്നു. അവർക്ക് വേറെ അവർ പഠിക്കുകയായിരുന്നു എന്നെ കുട്ടിയെ വളർത്തേണ്ടതെന്ന്. അപ്പോൾ അവർ വിചാരിച്ച് ശരി ഇവന് വേണ്ട പറഞ്ഞാൽ വേണ്ട എന്ന്. അവിടെ 1-2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. പക്ഷേ ശരിയായില്ല. എൻ്റെ ഒരു വാശി പിടിച്ച് ഞാൻ കഴിക്കില്ല എന്ന്. പിന്നെ അവരെന്നെ പറ്റിക്കാൻ ശ്രമിച്ചു. അവർ പിന്നെ ഫിഷ് കട്ട്ലറ്റ് തന്നിട്ട് ഇത് ഉരുളക്കിഴങ്ങാണെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവർക്ക് പറയാമല്ലോ, നീ ഏതോ ഒരു വെജിറ്റേറിയൻ നന്നല്ല, അതൊക്കെ നിർത്ത്, നീ കഴിച്ചോ. പക്ഷേ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അതോടെ മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ തന്നെ 4-5 വയസ്സ് തന്നെ വെജിറ്റേറിയനായി വളർന്നതും. അവർക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കാരണം എന്നെ ഒരു വെജിറ്റേറിയനായി വളർത്തിയതും. പക്ഷേ അതിനൊപ്പം എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ചോയ്സിൽ കഴിക്കണം, തന്നെ കഴിക്കണം പറഞ്ഞാൽ അവർ കഴിച്ച് അവരെ നോൺ വെജിറ്റേറിയൻസ് ആക്കി. ഞാൻ കല്യാണം കഴിച്ച പിന്നെ കുട്ടികളായപ്പോൾ അവരുടെ അമ്മ പകുതി കശ്മീരി പകുതി ബംഗാളിയായിരുന്നു. അപ്പോൾ 2 ഭാഗത്തും മാംസവും പിന്നെ ഇറച്ചിയും മീനും കഴിക്കുന്ന ബ്രാഹ്മിൻസ് ആയിരുന്നു 2 ഭാഗത്തും. അപ്പോൾ ഞങ്ങൾ അമേരിക്കയിലായിരുന്നു. കുട്ടികൾ ജനിച്ചത് സിംഗപ്പൂരും. പക്ഷേ ചെറുപ്പത്തിൽ ഞങ്ങൾ അമേരിക്കയിൽ മാറിയപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് എന്തായാലും പിന്നെ ഇങ്ങനെ എല്ലാം കഴിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ജീവിച്ച് വളരേണ്ടത്. അവരുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമായിരിക്കും എല്ലാം കഴിച്ചാൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ വളർത്തിയാൽ മതി. എൻ്റെ വിശ്വാസം
എൻ്റെ പേഴ്സണൽ വിശ്വാസമാണ്. ഞാൻ എൻ്റെ വായിൻ്റെ അകത്ത് എന്തിടുന്നു അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. എനിക്കെന്തിനാണ് നിങ്ങളുടെ വായത്തിൽ അകത്തിടുന്നതിനെക്കുറിച്ച് അഭിപ്രായം വേണ്ടത്? നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്തോളൂ പറഞ്ഞാണ് ഞാൻ അവരെ വളർത്തിയത്. പക്ഷേ ഇരട്ട കുട്ടികളാണ് ഈ രണ്ടാളും. ഒരാൾ പല വിധത്തിൽ എന്നെപ്പോലെ ആണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ. അയാളൊരു 7 വയസ്സിൽ പറഞ്ഞു എനിക്ക് മാംസം വേണ്ട. അത് ആരും ഒരു സ്വാധീനം ചെയ്യാതെ കേട്ടോ, ഒരു പ്രോസലറ്റൈസേഷൻ എൻ്റെ ഭാഗം തീരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. ഇപ്പോൾ 2 ഇരട്ട കുട്ടികൾക്ക് 40 വയസ്സായി. പക്ഷേ ഇയാൾ ആ 7 വയസ്സ് മുതൽക്ക് മാംസവും മീനും തൊട്ടിട്ടില്ല. മറ്റേ ആൾ മാംസവും മീനും ഇല്ലാത്ത ആഹാരം കഴിക്കാൻ വയ്യ. അപ്പോൾ നല്ല ഒരേ കുടുംബം, ഇരട്ട കുട്ടികൾ. പക്ഷേ ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഥ. അപ്പോൾ എൻ്റെ സഹോദരിമാർ, എൻ്റെ ഒരു മകൻ, അവരൊക്കെ അങ്ങനെയാണ്. ഞാനും എൻ്റെ ഒരു മകനും വെജിറ്റേറിയൻ. യു ആർ ക്വൈറ്റ് പോപ്പുലർ എമംഗ് വിമൻ പക്ഷേ അത് ഈ നാട്ടിലും പലർക്കും അതിനെ പല പ്രാവശ്യം അതിനെ റിഡിക്യൂൾ ചെയ്തിട്ട് പല മീംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ കാണുമ്പം? നോക്കൂ, ഞാൻ എല്ലാ വിധത്തിലും മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സ്ത്രീകളെ ഇഷ്ടമാണ്. അവരൊപ്പം ഇരിക്കാനോ സംസാരിക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ബഹുമാനത്തോടെ അവരെ കാണുന്നു. എനിക്ക് ഐ ഹാവ് നോ ഡിഫിക്കൽട്ടി റെസ്പെക്റ്റിംഗ് വിമൻ. അത് കണ്ടിട്ടായിരിക്കും അവർക്ക് എന്നെ ഇഷ്ടം, എനിക്കറിയില്ല. പക്ഷേ അതിനെ ചിലവർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചിലവർ അതിനെ താങ്കൾ പറഞ്ഞ പോലെ ഒരു പരിഹാസമാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മഹിളകളുടെ പുറകെ പോയി വല്ല മോശത്തരം ചെയ്യണ പോലെയാണ് അവർ എഴുതുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒന്നാം കാര്യം അവർക്കിത് പറയാനുള്ള അടിസ്ഥാനമില്ല. എൻ്റെ എതിരെ അഥവാ എവിടെയെങ്കിലും ഒരു മഹിള ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല അടിസ്ഥാനമുണ്ടാവും. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടില്ല. അത് വിദേശത്തിലായ ശരി, ഭാരതത്തിലായ ശരി, കേരളത്തിലായ ശരി, ഡൽഹിയിലായ ശരി. ഞാൻ എപ്പോഴും ഐ ഹാവ് ബീൻ ബ്രോട്ട് അപ്പ് ടു ബിഹേവ് റെസ്പെക്ട്ഫുള്ളി ടുവേർഡ്സ് അതർ പീപ്പിൾ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഇറിറ്റേഷനുണ്ട്. പക്ഷെ എന്തായാലും ഇത് ഇവരുടെ ചെറിയ ചിന്ത, ചെറിയ മനസ്സിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചല്ല, അവരുടെ ചിന്ത. ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ ആ പെൺകുട്ടി അവർ വിഷമിക്കുന്നു. എന്തിനാണ് അത് ചെയ്യാൻ ആവശ്യം? അവൾക്ക് അവർ സ്വന്തം ജീവിതമോ ഭർത്താവോ ബോയ് ഫ്രണ്ടോ അച്ഛനോ ഒക്കെ ഉണ്ടാവില്ലേ? എന്തിനാണ് അവരെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആക്കുന്നത്? അവർ ചിന്ത അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരെയാണ് ഞാൻ കുറ്റം പറയണത്. ജീവിതത്തിൽ പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് ഡോക്ടർ തരൂറിന് തോന്നുന്ന ഏതാണ്? അതുപോലെ തന്നെ ഏറ്റവും ഡിസപ്പോയിൻമെൻ്റ്? എല്ലാം വെച്ച് വലിയ സന്തോഷം. എൻ്റെ കുട്ടികളുടെ ജനനവും, അതുമാത്രമല്ല അവർക്ക് ഭയങ്കര അവർ പ്രെമച്യൂറായിരുന്നു. 8 ആഴ്ച നേരത്തെ ജനിച്ചതാണ്. അപ്പോൾ ആ കാലത്ത് 1.2 കിലോ ആയിരുന്നു ജനിച്ച രണ്ടാളും. അവർ ജീവിച്ചിരിക്കുമെന്നും കൂടി ആർക്കും പറയാൻ സാധിച്ചില്ല. എന്നിട്ട് അവർ പഴച്ചു വലുതായി 5 ആഴ്ച ഇൻറ്റൻസീവ് കെയർ ഇരുന്ന ശേഷമാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവരാണ് അവർ ജീവിച്ചിരിക്കുന്നതും അവരുടെ പേഴ്സണൽ ക്വാളിറ്റീസും അവരെല്ലാ വിധത്തിലത്തെ കഴിവുകളും എൻ്റെ എല്ലാം വെച്ച് വലിയ അഭിമാനമാണ്, വലിയ സന്തോഷമാണ്. സങ്കടത്തിന് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലത്തെ ഒന്ന് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയതും അതിൻ്റെ രീതിയും, അതിനെ ആൾക്കാർ എൻ്റെ ഒപ്പം എൻ്റെ ദുഃഖം പങ്കെടുക്കുന്ന പകരം അതിനെ എടുത്തിട്ട് ഒരു രാഷ്ട്രീയ അവസരമാക്കിയിട്ട് എന്നെ ആക്ഷേപിച്ചതും ഒക്കെ അതൊന്നും മറക്കാൻ സാധിക്കാത്ത വേദനകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എന്തിനാണ് വൈ ഡ്വെൽ ഓൺ ദി അൺപ്ലസന്റ് തിങ്സ് ഓഫ് ലൈഫ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പോസിറ്റീവ്. പക്ഷേ ഇനി ഒരു വിവാഹം കൂടി കഴിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്? തീരെ താല്പര്യമില്ല. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ജീവിതത്തിൽ. ഇനി ഞാനൊരു 10 വർഷമായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ്. എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ട്. എൻ്റെ അമ്മയെ നോക്കാൻ എനിക്ക് വലിയൊരു സന്തോഷമുണ്ടായിട്ടുണ്ട്. 5-6 വർഷമായിട്ട് എൻ്റെ ഒപ്പം താമസിക്കുന്നത്. ഇത് എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ 16 വയസ്സാണ് വീട് വിട്ടുപോയത് കോളേജിലേക്ക്. 16 വയസ്സ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്ക് എൻ്റെ അമ്മയുടെ അച്ഛനൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എക്സെപ്റ്റ് അവർ ഹോളിഡേയ്സിന് വരുമ്പോഴോ ഞാൻ അവരുടെ വീട്ടിലേക്ക് ഹോളിഡേയ്സിന് പോകുമ്പോഴോ, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു പുതിയ രീതി ഓഫ് ഹൗസ് ഹോൾഡ്, ഗൃഹസ്ഥമായിട്ടൊരു ജീവിതത്തിന് ഒരു പുതിയ അനുഭവമാണ്. ആ അനുഭവം ഉണ്ടാവട്ടെ. ഇനി അമ്മയ്ക്കും ഇടയ്ക്ക് ഒരു ആവശ്യമുണ്ട്. എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണ് എന്തുകൊണ്ടും ഉണ്ടായിക്കൂടാ. വീട്ടിൽ എപ്പോഴും നല്ലതാണെന്ന് ആ വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതുവരെ ദൈവം അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നോട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഉള്ള അനുഭവത്തെ നമ്മൾ പഠിച്ചു മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച് സർ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. Thanks so much. God bless.